ഹലോ ടെയിൽ ടെല്ലർ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ ലൈഫ് ഓഫ് പൈ എന്ന കഥ കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, ഞാൻ പറഞ്ഞ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ച എല്ലാവർക്കും, കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്യാതെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കഥ കേൾക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തിൻ്റെ കഥയാണ്. ജോർജ് ബെർണാഡ് ഷാ എന്ന ഐറിഷ് പ്ലേറൈറ്റ് ആണ് സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന ഈ നാടകം എഴുതിയിരിക്കുന്നത്. ജോർജ് ബെർണാഡ് ഷാ ഒരു കോമിക് ഡ്രാമാറ്റിസ്റ്റ് എന്ന നിലയിലും ലിറ്റററി ക്രിട്ടിക് എന്ന നിലയിലും ഒരു ഒറേറ്റർ എന്ന നിലയിലും പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ അദ്ദേഹം ധാരാളം ഹാസ്യത്തിൻ്റെ എലിമെൻറ്റ്സ് ഉൾക്കൊള്ളിച്ചിരുന്നു. കാണികളെയും വായനക്കാരെയും ചിരിപ്പിക്കാനും രസിപ്പിക്കാനും അദ്ദേഹം ഹാസ്യം ഒരുപാട് ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ കോമിക് ഡ്രാമാറ്റിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വലിയ ഒരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം. വാദപ്രതിവാദത്തിലും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ജോർജ് ബെർണാഡ് ഷായുടെ കുട്ടിക്കാലം വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോർജ് കാർ ഷായുടെ സാമ്പത്തിക നില വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് ലൂസിൻഡ എലിസബത്ത് ഒരു പ്രൊഫഷണൽ സിംഗറായിരുന്നു. അവർക്ക് സംഗീത പരിപാടികളിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ജോർജ് ബെർണാഡ് ഷായുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. ജോർജ് ബെർണാഡ് ഷാ അവരുടെ അച്ഛനമ്മമാരുടെ മൂന്നാമത്തെ മകനായിരുന്നു. അദ്ദേഹത്തിന് മുകളിൽ 2 സഹോദരിമാരാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 16ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തൻ്റെ വിദ്യാഭ്യാസം നിർത്തി ഒരു ലാൻഡ് ഏജൻറ്റിൻ്റെ ഓഫീസിൽ ജോലിക്ക് ചേരേണ്ടി വന്നു. തൻ്റെ 20ാമത് വയസ്സുകളിലൊക്കെ അദ്ദേഹം കടുത്ത ഫ്രസ്ട്രേഷനും കടുത്ത ദാരിദ്ര്യവും അനുഭവിച്ചിരുന്നു. തൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഒരു ഭീരുവിനെ പോലെയായിരുന്നു. ഒരാളുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിവില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വലിയൊരു പ്രാസംഗികനാകണമെന്ന്, വലിയൊരു പബ്ലിക് സ്പീക്കർ ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് തൻ്റെ ടിമിഡിറ്റിയെല്ലാം അതിജീവിച്ച് അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായി മാറി. അദ്ദേഹം ആദ്യമായി എഴുതിയ ഫിക്ഷൻ പരാജയപ്പെട്ടു. പിന്നീട് അദ്ദേഹം 4 നോവലുകൾ എഴുതിയെങ്കിലും അതും പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രേറ്റ് വർക്കാണ് സീസർ ആൻഡ് ക്ലിയോപാട്ര. ഈ നാടകത്തിൽ അദ്ദേഹം ചരിത്രത്തിൽ നിന്നും സീസറിനെയും ക്ലിയോപാട്രയും എടുത്ത് എഴുതുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേ എന്നും ഒരു ബയോഗ്രാഫിക്കൽ പ്ലേ എന്നും നമുക്ക് പറയാം. ഇനി നമുക്ക് ജൂലിയസ് സീസറിലേക്ക് കിടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം ജൂലിയസ് സീസർ റോമിലെ ഒരു ഭരണാധികാരി ആയിരുന്നു എന്ന്. അദ്ദേഹം ജനിച്ചത് ഒരു ജൂലൈ മാസം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജൂലിയസ് എന്ന പേര് വന്നതെന്ന് ചിലർ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് ശേഷമാണ് സിസേറിയൻ എന്ന വാക്ക് വന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ചിലർ വിശ്വസിക്കുന്നുണ്ട് എന്ന് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായി സിസേറിയനിലൂടെ ജനിച്ച കുഞ്ഞാണ് ജൂലിയസ് സീസർ എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. ഇദ്ദേഹം BC 100 ക്രിസ്തുവിന് 100 വർഷം മുമ്പാണ് അദ്ദേഹം റോമിൽ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഒരുപാട് നല്ല നല്ല പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. റോമിലെ റിപ്പബ്ലിക് ഭരണത്തിൻ്റെ അന്ത്യത്തിനും റോമൻ ഡൈനാസ്റ്റിയുടെ ഉദയത്തിനു പിന്നിലെ പ്രധാന പ്രേരക ശക്തിയായിരുന്നു ഇദ്ദേഹം. ക്രേഷ്യസ്, പോംബെ, സീസർ ഇവർ 3 പേരും ചേർന്ന് ട്രയംവിറേറ്റ് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ സംഘം രൂപീകരിച്ച് റോമിലെ ഭരണം
പിടിച്ചെടുത്ത് ഭരിക്കുകയായിരുന്നു. കുറച്ച് വർഷങ്ങൾ ഭരിച്ചു. അദ്ദേഹം ഒരുപാട് നല്ല നല്ല പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇദ്ദേഹം ഒരു പറ്റം പ്രഭുക്കന്മാരാൽ സെനറ്റ് ഹൗസിൽ വെച്ച് മാർച്ച് മാസത്തിലെ ഒരു അമാവാസി നാളിൽ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. ക്ലിയോപാട്രയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈജിപ്തിലെ ഒരു ഭരണാധികാരിയായിരുന്നു അവർ. തൻ്റെ പിതാവ് ടോളമി 12 മരണശേഷം അവർ ഈജിപ്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയായിരുന്നു. 16 വയസ്സ് പ്രായമുള്ള ഒരു ടീനേജറായിരുന്നു അവർ ഭരണം ഏറ്റെടുക്കുന്ന കാലത്ത്. പിന്നീട് അവർ ഈ പുരാതന ഈജിപ്തുകാരുടെ ഗോഡസ് ആയിരുന്ന, ദേവതയായിരുന്ന ഐസിസിനെ പോലെയായിരുന്നു നടന്നിരുന്നത്. ഐസിസ് ദേവത ഈജിപ്ഷ്യൻ മിത്തോളജി പ്രകാരം, ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഒരു പാവങ്ങളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു ദേവതയായിരുന്നു. രോഗികൾക്കും വേദന അനുഭവിക്കുന്നവർക്കൊക്കെ അഭയം കൊടുക്കുന്ന ഒരു ദേവതയായിരുന്നു. അവരൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ വേഷവിധാനം ചെയ്ത് നടന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ലിയോപാട്ര 16 വയസ്സിൽ തന്നെ തൻ്റെ രാജ്യഭാരം ഏറ്റെടുത്തിരുന്നു. ഈ നാടകത്തിൻ്റെ സംഭവങ്ങൾ നടക്കുന്നത് ഈജിപ്തിലാണ്. ക്ലിയോപാട്ര ഈജിപ്തിലാണ് ജനിച്ചതും വളർന്നതുമെങ്കിലും അവർ യഥാർത്ഥത്തിൽ ഒരു മാസിഡോണിയനാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്തിന് ശേഷം മാസിഡോണിയൻസാണ് ഈജിപ്റ്റ് ഭരിച്ചു വന്നിരുന്നത്. സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തിൻ്റെ സംഭവങ്ങൾ നടക്കുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ അലക്സാണ്ട്രിയ എന്ന ഒരു സ്ഥലത്ത്. തുടക്കത്തിൽ തന്നെ സീസർ അലക്സാണ്ട്രിയയിലേക്ക് കടന്നു വരുമ്പോൾ അലക്സാണ്ട്രിയയിലെ ജനങ്ങൾ പരിഭ്രാന്തരായി ഇരിക്കുകയായിരുന്നു. അവരുടെ റാണി ഒന്നും പറയാതെ എങ്ങോട്ടോ പോയി കളഞ്ഞു. ക്ലിയോപാട്രയെ കാണാനില്ല. എവിടെയൊക്കെ തെരഞ്ഞിട്ടും അവർക്ക് ക്ലിയോപാട്രയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ആ സമയത്ത് ഒറ്റയ്ക്ക് സീസർ ഡെസേർട്ടിലൂടെ, മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കെയ്റോവിനടുത്തുള്ള സ്ഫിങ്സ് എന്ന കൂറ്റൻ കൽപ്രതിമയുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു കൽപ്രതിമയുടെ തോളത്ത് കിടന്നുറങ്ങുന്ന ക്ലിയോപാട്രയെ കാണുകയാണ്. സ്ഫിങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈജിപ്ഷ്യൻ മിത്തോളജിയിലുള്ള ഒരു മോൺസ്റ്റർ, ഒരു ഭീകരജീവിയാണ്. ചിറകുകളുള്ള, സിംഹത്തിൻ്റെ ശരീരമുള്ള, ഒരു സ്ത്രീയുടെ മുഖമുള്ള, സ്ത്രീയുടെ തലയുള്ള ഒരു രൂപം. ഇത് ശക്തിയുടെയും ബുദ്ധിയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ഈജിപ്തുകാരുടെയും പുരാതന ഗ്രീക്കുകാരുടെയും ഒരു രക്ഷകനായിട്ടാണ് കണക്കാക്കുന്നത്. മിത്തോളജി പ്രകാരം, ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഈ സ്ഫിങ്സ് തൻ്റെ മുമ്പിലേക്ക് വരുന്ന എല്ലാവരോടും ഒരു കടങ്കഥ ചോദിക്കുമായിരുന്നു. ഉത്തരം ശരിയായി പറയാത്ത ആൾക്കാരെ തൽക്ഷണത്തിൽ ഈ സ്ഫിങ്സ് വധിച്ചു കളയുമായിരുന്നു. അവസാനം ഈഡിപ്പസ് എന്ന രാജാവാണ് സ്ഫിങ്സിൻ്റെ കടങ്കഥയ്ക്ക് ശരിയായ ഉത്തരം കൊടുത്തത്. ഈ ശരിയായ ഉത്തരം കേട്ട മാത്രയിൽ സ്ഫിങ്സ് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. സ്ഫിങ്സിനെ കുറിച്ചും ഈഡിപ്പസ് രാജാവിനെ കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ഞാൻ അധികം വൈകാതെ തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായി സംസാരിക്കാം. നമുക്ക് സീസറിലേക്ക് തിരിച്ചു പോകാം. സീസർ ഈ ഡെസേർട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രതിമയുടെ തോളത്ത് കിടന്നുറങ്ങുന്ന ക്ലിയോപാട്രയെ കാണുകയും അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. ക്ലിയോപാട്ര അദ്ദേഹത്തെ ഓൾഡ് മാൻ എന്നാണ് വിളിക്കുന്നത്. ഏയ് മനുഷ്യ, പ്ലീസ് എന്നെ ഒന്ന് താഴോട്ടിറങ്ങാൻ സഹായിക്കുമോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുകയാണ്, എന്നെ റോമൻകാരുടെ കൈകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷിക്കാനാകുമോ? എനിക്ക് അവരെ വളരെ ഭയമാണ്. അപ്പോൾ ഈ സീസർ പറയുന്നു, ഞാനൊരു റോമൻകാരനാണെന്ന്. അത് കേട്ടപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ അങ്ങയുടെ അടിമയായിക്കൊള്ളാം. അങ്ങ് പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ അനുസരിക്കാം. എന്നെ അങ്ങ് രക്ഷിക്കണം. അങ്ങനെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്ത് സീസറും
ക്ലിയോപാട്രയും കൂടി അവരുടെ കൊട്ടാരത്തിലേക്ക്, ക്ലിയോപാട്രയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നതാണ്. അലക്സാണ്ട്രിയയിലെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. കണ്ട ഉടനെ ക്ലിയോപാട്രയ്ക്ക് അറിയില്ലായിരുന്നു, ബൈ ചാൻസ് ആണ്, ആക്സിഡൻ്റലി ആണ് അവർ കണ്ടുമുട്ടുന്നത്. അവൾക്ക് അറിയില്ലായിരുന്നു ഇത് സീസറാണെന്ന്. ഇത് സീസറാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് ആശ്വാസം തോന്നി. കൊട്ടാരത്തിലെത്തിയ, നമ്മൾ കഥയിലേക്ക് കടന്നു കഴിഞ്ഞു കേട്ടോ. കൊട്ടാരത്തിലെത്തിയ ക്ലിയോപാട്രയുടെ സ്വഭാവം കണ്ടപ്പോൾ, പെരുമാറ്റം കണ്ടപ്പോൾ ജൂലിയസ് സീസർ ശരിക്കും അതിശയിച്ചു പോയി. എങ്ങനെയാണോ ഒരു റാണി പെരുമാറേണ്ടതെന്നും അവൾക്ക് അറിയില്ലായിരുന്നു. തൻ്റെ അടിമകളുടെ മുമ്പിൽ എങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കണമെന്ന് അവൾക്കറിയില്ല. അവളുടെ പോറ്റമ്മയായ ടെറ്റേഷ്യയുടെ മുമ്പിൽ അവൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. സീസർ അവളെ എങ്ങനെ ഒരു റാണി എങ്ങനെ പെരുമാറണം, ഒരു രാജകുടുംബത്തിലുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും എന്തൊക്കെയാണ് രാജ്യം ഭരിക്കുമ്പോൾ ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും അവളുടെ കൂടെ നിന്ന് അവളെ പഠിപ്പിച്ച് ഒരു ക്വീനാക്കി മാറ്റുന്നതാണ് ഈ നാടകത്തിൻ്റെ കഥ. സീസറിൻ്റെ ശിക്ഷണത്തിൽ അവൾ ഒരുപാട് ഇംപ്രൂവ്ഡ് ആവുന്നതാണ്. പിന്നീട് അവൾ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ തൻ്റെ അടിമകളെ, അനുസരണയില്ലാത്ത അടിമകൾക്ക് വിഷം കൊടുത്ത് കൊന്ന് നൈൽ നദിയിലെ ക്രൊക്കഡൈൽസിന്, മുതലകൾക്ക് ഭക്ഷണമാക്കാം എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് അവളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് അവളുടെ സഹോദരനായ ടോളമി, അവളുടെ സഹോദരൻ ടോളമിയും അവളും തമ്മിലുള്ള അധികാരത്തിന് വേണ്ടിയുള്ള ഒരു മത്സരമാണ് നമ്മൾ ഈജിപ്തിൽ കാണുന്നത്. ഈജിപ്ത് രണ്ടായി പിളരുന്ന പോലെയുള്ള ഒരവസ്ഥയിലാണ് അവൾ സീസറിനെ അവളുടെ രക്ഷയ്ക്ക് വേണ്ടി, അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് സീസർ ഈജിപ്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ടോളമിയുടെ ഉപദേഷ്ടാവും ടോളമിയുടെ സേനാധിപൻ അക്കില്ലസും തിയോഡോർഫസും എല്ലാവരും കൂടി അങ്ങോട്ട് കടന്നു വരികയാണ് ഈജിപ്തുകാരുടെ ഡിമാൻഡ് അറിയിക്കാൻ വേണ്ടിയിട്ട്. തിയോഡോട്ടസ് ആണ് ടോളമിയുടെ ഉപദേഷ്ടാവ്. അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പോട്ടിനാണ്. പിന്നെ അക്കില്ലസ്, ഇവർ മൂന്നാളുമാണ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈജിപ്തിൻ്റെ ഭരണാധികാര്യത്തിൽ സീസർ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് സീസർ എത്രയും പെട്ടെന്ന് ഈജിപ്ത് വിട്ടുപോകണമെന്ന്. പക്ഷേ സീസറിൻ്റെ ഉത്തരം അവരെ സ്തബ്ധരാക്കി കളഞ്ഞു. സീസർ പറഞ്ഞു, ടോളമിയുടെയും ക്ലിയോപാട്രയുടെയും പിതാവ് ടോളമി 12 മുമ്പ് രാജ്യത്ത് ആഭ്യന്തര യുദ്ധം നടന്ന സമയത്ത്, സിവിൽ വാർ നടന്ന സമയത്ത് റോമിനോട് സഹായം ആവശ്യപ്പെട്ടെന്നും എന്നിട്ട് സീസറാണ് അവരെ സഹായിച്ച് അവർക്ക് രാജ്യം തിരിച്ചു പിടിക്കാൻ സഹായിച്ചു കൊടുത്തു. ആ സമയത്തുണ്ടാക്കിയ ഒരു കരാർ പ്രകാരം ഈജിപ്ത് റോമിന് കൊടുക്കാനുള്ള പണം ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. ആ പണം മുഴുവനും കൊടുത്തു തീർത്തത് ജൂലിയസ് സീസറാണെന്നും അതുകൊണ്ട് ജൂലിയസ് സീസറിന് അവിടെ നിൽക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും, എന്നാണോ ക്ലിയോപാട്രയെ ഭരണത്തിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് അന്ന് മാത്രമേ അവിടെ നിന്നും തിരിച്ചു പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ തിരിച്ചുപോയി. ടോളമിയും ഈ സമയത്ത് ക്ലിയോപാട്ര ഓടി വന്ന് ടോളമിയെ സിംഹാസനത്തിൽ നിന്ന് പിടിച്ചിറക്കി അതിൽ കയറിയിരിക്കുന്നു. ഇത് കണ്ട സീസർ ടോളമിയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. കൊട്ടാരത്തിൽ സീസറിനെ കാണാൻ ക്ലിയോപാട്രയുടെ സഹോദരൻ ടോളമിയും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് തിയോഡോട്ടസും രക്ഷിതാവ് പോട്ടിനും സേനാധിപൻ അക്കില്ലസും കൂടി കടന്നു വന്നു. സീസർ ഈജിപ്തിൻ്റെ ഭരണകാര്യത്തിൽ ഇടപെടരുതെന്നും എത്രയും പെട്ടെന്ന് ഈജിപ്ത് വിട്ടുപോകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ സീസർ അതിന് മറുപടി പറഞ്ഞത്, ഈജിപ്ത് റോമിന് കൊടുക്കാനുള്ള കടം കൊടുത്തു തീരുന്നത് വരെയും സീസറിന് ഈജിപ്തിൽ തന്നെ തുടരാൻ ഉള്ള അവകാശമുണ്ടെന്നാണ്. ടോളമി 12 രാജ്യത്ത് ആഭ്യന്തര യുദ്ധം ഉണ്ടായ സമയത്ത് റോമിൻ്റെ സഹായം തേടിയിരുന്നു. ആ സമയത്ത് അവരൊരു കരാർ എഴുതിയിരുന്നു. ആ കരാർ പ്രകാരമുള്ള പണത്തിനെ കുറിച്ചാണ് സീസർ സംസാരിച്ചത്. ക്ലിയോപാട്രയുടെ പിതാവിനെ രാജ്യഭാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി സഹായിച്ചത് റോമൻകാരായിരുന്നു. ക്ലിയോപാട്രയെ എന്നാണോ ഭരണത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് അന്ന് മാത്രമേ താൻ ഈജിപ്ത് വിട്ടു പോവുകയുള്ളൂ എന്ന് സീസർ ടോളമിയോട് പറഞ്ഞു.
ഈ സമയത്ത് ക്ലിയോപാട്ര ഓടി വന്ന് ടോളമിയെ സിംഹാസനത്തിൽ നിന്ന് പിടിച്ചിറക്കി താനാണ് അധികാരി എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ കയറിയിരിക്കുന്നുണ്ട്. വിഷണ്ണനായി നിൽക്കുന്ന ടോളമിയെ സീസർ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ക്ലിയോപാട്ര സീസറിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് 12 വയസ്സുള്ള സമയത്ത് റോമിൽ നിന്നും സുന്ദരനായ സമർത്ഥനായ ഒരു പടയാളി വന്നിരുന്നു എൻ്റെ അച്ഛനെ, എൻ്റെ പിതാവിനെ രക്ഷിക്കാൻ വേണ്ടി, പിതാവിന് തൻ്റെ രാജ്യഭാരം തിരിച്ചു പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈജിപ്തിൽ സിവിൽ വാർ നടന്ന സമയത്ത് അദ്ദേഹത്തിനെ കണ്ട മാത്രയിൽ തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് പ്രണയം തോന്നിയിരുന്നു എന്ന്. ഈ സമയത്ത് സീസർ പറയുകയാണ്, ഞാനാണ് മാർക്ക് ആന്റണിയെ ടോളമി 12 സഹായിക്കാൻ വേണ്ടി റോമിൽ നിന്നും പറഞ്ഞയച്ചത്. ക്ലിയോപാട്രയ്ക്ക് മാർക്ക് ആന്റണിയെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും റോമിലെത്തിയ ഉടനെ ഞാൻ അവനെ നിനക്ക് വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട് എന്നും. പിന്നീട് സീസർ റൂഫിയസ് എന്നു പേരുള്ള തൻ്റെ ഒരു പടയാളിയോട് റോമൻകാരുടെ തന്നെ കപ്പലുകൾ, വെസ്റ്റേൺ ഹാർബറിലുള്ള കപ്പലുകൾ തീയിടാൻ പറയുകയാണ്. ഒരു യുദ്ധതന്ത്രം എന്ന നിലയിൽ തീ പടർന്നു പിടിച്ച് അലക്സാൻഡ്രിയൻ ലൈബ്രറിയിലേക്ക് കയറി. ഈജിപ്തുകാരുടെ പരിപാവനമായ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിക്കുന്ന അലക്സാൻഡ്രിയൻ ലൈബ്രറിക്ക് തീ പടർന്നു പിടിച്ചപ്പോൾ ഈജിപ്തുകാരാകെ പരിഭ്രാന്തരായി. എക്കില്ലസിനെ, അവരുടെ സേനാധിപതിയെ, തീ അണയ്ക്കാൻ വേണ്ടി ലൈബ്രറിയിലേക്ക് പറഞ്ഞയച്ചു. എക്കില്ലസ് സൈന്യാധിപന്റെ ശ്രദ്ധ ലൈബ്രറിയിലേക്ക് തിരിഞ്ഞ നേരത്ത് സീസർ തൻ്റെ യോദ്ധാക്കളോടൊപ്പം, തൻ്റെ സോൾജിയേഴ്സിനോടൊപ്പം പടച്ചട്ടയണിഞ്ഞ് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഫാറോസ് എന്ന ഐലാൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ലൈറ്റ് ഹൗസുള്ള ഒരു ഐലാൻഡാണ് ഫാറോസ്. സീസർ പോകരുതെന്നും വളരെയേറെ ശ്രദ്ധിക്കണമെന്നും ക്ലിയോപാട്ര ഒരുപാട് അപേക്ഷിച്ചു. സീസർ അവളുടെ അരികിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് വല്ലാത്ത അരക്ഷിതാവസ്ഥയായിരുന്നു. സീസർ പോയി കഴിഞ്ഞ ശേഷം അപ്പൊളോഡസ് എന്നു പേരുള്ള ഒരു സിസിലിയൻ ആർട്ടിസ്റ്റ് അങ്ങോട്ട് കടന്നു വരികയാണ്. അദ്ദേഹം ഒരുപാട് പേർഷ്യൻ കാർപ്പറ്റ്സ് ക്ലിയോപാട്രയ്ക്ക് സമ്മാനമായി കൊണ്ടുവന്നിരുന്നു. പക്ഷേ ക്ലിയോപാട്രയ്ക്ക് അയാളെ കണ്ടപ്പോൾ വല്ലാത്ത ഭയം തോന്നുകയും അവൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോവുകയും ഒരു ബോട്ടിൽ കയറി സീസറിൻ്റെ അടുത്തേക്ക് പോകണമെന്ന ആവശ്യപ്രകാരം പോകാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ കാവൽക്കാരും പടയാളികളും അവളെ തടയുകയായിരുന്നു. അവൾക്ക് വല്ലാതെ ഭയം തോന്നി. അവൾ കൊട്ടാരത്തിലെത്തിയ ശേഷം അപ്പൊളോഡസിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഒരു കാർപ്പറ്റ് സീസറിന് സമ്മാനമായി കൊടുക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ അതൊരു ബോട്ടിലാക്കി അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കാമെന്ന് അദ്ദേഹം പറയുകയും ക്ലിയോപാട്ര കൊട്ടാരത്തിനകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് കാർപ്പറ്റ് ബോട്ടിലേക്ക് എടുത്തു വെച്ച് പോകാൻ തുനിഞ്ഞ അപ്പൊളോഡോസിനോട് ക്ലിയോപാട്രയുടെ പോറ്റമ്മയായ സ്റ്ററ്റേഷ്യ പരിഹാസ രൂപത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിയോപാട്രയെ കിട്ടുകയില്ല എന്ന്. വെള്ളത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ആ ബോട്ടിൻ്റെ മേലേക്ക് ഒരു വലിയൊരു ചാക്ക് വന്ന് വീഴുകയും ബോട്ടിൻ്റെ ചുണ്ടത്ത് വന്ന് വീണ് ബോട്ട് മറയുകയും കാർപ്പറ്റ് വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. അപ്പൊളോഡോറസിന് ആ കാർപ്പറ്റ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൊളോഡോറസ് കാണുന്നത് ക്ലിയോപാട്രയെ തോളിലേറ്റി നീന്തി വരുന്ന സീസറിനെയാണ്. സീസറിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ക്ലിയോപാട്ര സ്വയം ആ കാർപ്പറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയും തന്നെ റാപ്പ് ചെയ്ത് പൊതിഞ്ഞിട്ടാണ് ക്ലിയോപാട്ര ആ കാർപ്പറ്റ് അപ്പൊളോഡസിന് നൽകിയിരുന്നത്. പിന്നീട് അവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ പോട്ടിൻ, ടോളമിയുടെ രക്ഷിതാവ്, വീണ്ടും സീസറിനെ കാണാൻ വരികയും എത്രയും പെട്ടെന്ന് ഈജിപ്ത് വിട്ടു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ സീസർ അദ്ദേഹത്തെ കൊട്ടാരത്തിൽ തടവിലാക്കുകയാണ് ഉണ്ടായത്. തടവിൽ ആക്കപ്പെട്ട പോട്ടിൻ ക്ലിയോപാട്രയെ സീസറുമായി തെറ്റിക്കാൻ വേണ്ടി, സീസറിനെതിരെ തിരിക്കാൻ വേണ്ടി കുറച്ച് ശ്രമിച്ചു നോക്കി. പക്ഷേ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് സീസറിനോട് ക്ലിയോപാട്രയെക്കുറിച്ച് മോശമായി സംസാരിക്കാനും അവരെ തമ്മിൽ തെറ്റിക്കാമെന്നും കരുതി സീസറിൻ്റെ അടുത്തേക്ക് ചെന്ന ആ സമയത്താണ്
ക്ലിയോപാട്രയും അപ്പോളോഡസും സീസറിനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. ക്ലിയോപാട്രയുടെ മുമ്പിൽ വെച്ച് തന്നെ സീസർ പോർട്ടിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് എന്ന്. കുറച്ച് സംശയിച്ചിട്ടാണെങ്കിലും പോർട്ടിൻ സീസറിൻ്റെ അടുത്ത് പറയുകയാണ്, ക്ലിയോപാട്രയ്ക്ക് അങ്ങ് ഇവിടുന്ന് പോവണം എന്നാണ് ആഗ്രഹം. ക്ലിയോപാട്രയ്ക്ക് ഒറ്റയ്ക്ക് ഈജിപ്ത് ഭരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്ന്. ക്ലിയോപാട്ര ആ പറഞ്ഞത് കള്ളമാണെന്നും തനിക്ക് എന്നും സീസർ തൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞെങ്കിലും സീസർ പറഞ്ഞു, അങ്ങനെ ഒരു ആഗ്രഹം ക്ലിയോപാട്രയ്ക്കുണ്ടെങ്കിൽ അത് ഒരിക്കലും തെറ്റല്ല എന്ന്. പോർട്ടിനെ അദ്ദേഹം സ്വതന്ത്രനാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കിനി പോവാം, നിങ്ങളെ ഞാൻ തടങ്കലിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു എന്ന്. ഈ സമയത്ത് ക്രുദ്ധയായ ക്ലിയോപാട്ര തൻ്റെ പോറ്റമ്മയായ ഫെഫ്റ്റീച്ചയോട് പോത്തിനെ കൊന്നുകളയാൻ ആവശ്യപ്പെടുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പോത്തിൻ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ക്ലിയോപാട്ര സീസറിൻ്റെ അടുത്ത് സമ്മതിക്കുകയാണ്, ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ പോറ്റമ്മയായ ഫറ്റേഷ്യ പോട്ടിനെ വധിച്ചത്. നുണ പറഞ്ഞതിനുള്ള ശിക്ഷയായിട്ടാണ് ഞാൻ ഈ വധശിക്ഷ കൊടുത്തിരിക്കുന്നതെന്ന്. സീസർ പറയുകയാണ്, ഈജിപ്തിലെ എല്ലാ ജനങ്ങളും വളരെയേറെ ദേഷ്യത്തിലാണ്. ഇത്രയ്ക്കും ദേഷ്യമുള്ള, ഇത്രയ്ക്കും ക്രുദ്ധരായ ഈജിപ്ഷ്യൻ ജനതയുടെ കയ്യിൽ നിന്നും ക്ലിയോപാട്രയെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് സീസർ യുദ്ധത്തിന് വേണ്ടി പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് സീസറിൻ്റെ പടയാളിയായ റുഫിയാൻ, ഇദ്ദേഹമായിരുന്നു സീസറിൻ്റെ ആജ്ഞപ്രകാരം കപ്പലുകൾക്ക് തീ കൊടുത്തത്. റുഫിയാൻ ക്ലിയോപാട്രയുടെ പോറ്റമ്മയായ ഫെറ്റേഷ്യയെ വധിക്കുകയാണ് ഉണ്ടായത്. ഒരു പെൺപുലിയെ പോലെ പതുങ്ങിയിരുന്ന് എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഈ സ്ത്രീ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നന്നല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം അത് സീസറിനോട് പറഞ്ഞപ്പോൾ സീസറും അത് ശരിവെക്കുകയാണ് ഉണ്ടായത്. തൻ്റെ യുദ്ധത്തിൽ ഈജിപ്ഷ്യക്കാരെ തോൽപ്പിച്ച് ഈജിപ്ഷ്യൻ്റെ ഭരണാധികാരം ക്ലിയോപാട്രയെ ഏൽപ്പിച്ചു കൊടുത്ത് റുഫിയസിനെ അവിടുത്തെ ഗവർണറായി നിയമിച്ച ശേഷം സീസർ തിരിച്ചു പോകുന്നതാണ്. തിരിച്ചു പോവാൻ സമയത്ത് ഈ ക്ലിയോപാട്രയെടുത്ത് പറയും, ഞാൻ തന്ന പ്രതിജ്ഞ ഞാൻ മറന്നിട്ടില്ല. റോമിലെത്തിയ ഉടനെ തന്നെ ഞാൻ മാർക്കാന്റണിയെ ഞാൻ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് നിനക്ക് വേണ്ടി എന്ന് പറയും. മാർക്കാന്റണിയെയും ക്ലിയോപാട്രയെയും കുറിച്ച് ഷേക്സ്പിയർ എഴുതിയ ഒരു നാടകമുണ്ട്. അതിൻ്റെ കഥയുമായിട്ടും ഞാൻ പിന്നീട് ഒരിക്കൽ വരുന്നുണ്ട്. ഇതോടെ നമ്മുടെ സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തിൻ്റെ കഥ അവസാനിപ്പിക്കുകയാണ്. സീസർ ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തിൽ ജോർജ് ബർണാഷ അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള സീസറിനെയും അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള ക്ലിയോപാട്രയുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഈ നാടകത്തിലെ സീസർ ഒരു ഫിലോസഫറിനെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ, തികഞ്ഞ നല്ല ഒരു മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ക്ലിയോപാട്ര ആണെങ്കിലോ വളരെ മോശമായ, നീചയായ ഒരു 16 വയസ്സുള്ള ഒരു ടീനേജറായിട്ടുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ ഈ കഥ കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.